നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും എന്ന 8ാമത്തെ ദശകത്തിലെ 6ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. തവൈവ വേഷേ ഫണിരാജി ശേഷേ ജലൈകശേഷേ ഭുവനേ സ്മ ശേഷേ ആനന്ദസാന്ദ്രാനുഭവ സ്വരൂപഃ സ്വയോഗ നിദ്രാ പരിമുദ്രിതാത്മാ. ഇനി അടുത്തതായി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദമാണ് നാം ചർച്ച ചെയ്യുന്നത്. പദച്ഛേദം ശ്രദ്ധിക്കുക. തവ ഏവ വേഷേ ഫണിരാജി ശേഷേ ജലൈകശേഷേ ഭുവനേ സ്മ ശേഷേ ആനന്ദസാന്ദ്രാനുഭവ സ്വരൂപഃ സ്വയോഗ നിദ്രാപരിമുദ്രിതാത്മാ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഭുവനേ ജലൈകശേഷേ തവ ഏവ വേഷേ ഫണിരാജി ശേഷേ ത്വം ആനന്ദസാന്ദ്രാനുഭവ സ്വരൂപഃ സ്വയോഗ നിദ്രാപരിമുദ്രിതാത്മാ ശേഷേ സ്മ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഭൂമി മുഴുവൻ ജലമയമായി ഭവിച്ചപ്പോൾ ചിദാനന്ദ ജ്ഞാനസ്വരൂപനായ ഭവാൻ തൻ്റെ തന്നെ മറ്റൊരു രൂപമായ അനന്തശേഷനെന്ന സർപ്പരാജാവിൻ്റെ മുകളിൽ യോഗനിദ്ര കൈകൊണ്ട് ശയിച്ചു. ഇതാകുന്നു പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.